أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് അഥവാ ഗുഹ, ഇതിലെ 105, 106, 107, 108 ആയത്തുകളാണ് ഓതി വെച്ചത്. ഇനിയും 2 ആയത്തുകൾ മാത്രമേ ഈ സൂറത്തിൽ ബാക്കിയുള്ളൂ. അതുകൂടി ശ്രവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഇതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും. ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആ കൂട്ടർ. ഉലായിക്ക, ആ കൂട്ടർ, അല്ലദീന കഫറു, നിഷേധിച്ച ബി ആയാത്തി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ആയത്തുകളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ. വലിഖായിഹി, അതേപോലെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ച ആളുകൾ. ഫഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും, ഫലശൂന്യമായി പോകും. അതോടൊപ്പം ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ, ലോകം അവസാനിക്കുന്ന ദിവസം, അന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു തൂക്കവും നിലനിർത്താൻ സാധ്യവുമല്ല. വലാ നുഖീമു ലഹും, നാം അവർക്ക് നിലനിർത്തി കൊടുക്കുകയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, വസ്ന, ഒരു തൂക്കവും, അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഒരു തൂക്കം ഉണ്ടാവില്ല തുലാസിൽ ഇട്ട് കഴിഞ്ഞാൽ. ദാലിക, അത്, ജസാഉഹും, അവർക്കുള്ള പ്രതിഫലമാണ്, ജഹന്നമു, നരകം. അവർക്കുള്ള പ്രതിഫലം നരകമാണ്. ബിമാ കഫറു, അവർ സത്യനിഷേധികളായതുകൊണ്ട്, അവർ സത്യത്തെ നിഷേധിച്ചുകൊണ്ട്, അതുകൊണ്ട്, വത്തഹദു ആയാത്തി വ റുസുലി ഹുസ്വ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും നമ്മുടെ ദൂതനെയും പരിഹാസ്യമാക്കിയതുകൊണ്ടും പരിഹസിച്ചതുകൊണ്ടും അവർക്ക് ജഹന്നം, നരകം കൊടുക്കുന്നത് ബിമാ കഫറു, സത്യനിഷേധികളായതുകൊണ്ടാണ്. അതോടൊപ്പം വത്തഹദു, അവർ സ്വീകരിച്ചതുകൊണ്ടാണ്, ആയാത്തി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും, വറുസുലി, നമ്മുടെ പ്രവാചകരെയും, ഹുസുവ, പരിഹാസ്യമാക്കിയതിന്, പരിഹസിച്ചതിന്, അതുകൊണ്ടാണ് അവർക്ക് നരകം നൽകുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, കാനത്ത് ലഹും, അവർക്ക് നൽകുന്നതാണ്, ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന സ്വർഗ പൂന്തോപ്പ്, നുസുലൻ, സൽക്കാരമെന്ന നിലയിൽ,
ഒരു സ്വീകരണം എന്ന നിലയിൽ സത്യവിശ്വാസികളും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരുമായ ആളുകൾക്ക് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ജന്നാത്തുൽ ഫിർദൗസാണ്. സ്വർഗ പൂങ്കാവനമാണ്, സ്വർഗ പൂന്തോപ്പാണ്. നുസുല അവർക്ക് സൽക്കാരമായിട്ട്, അഥവാ അവരെ സ്വീകരിക്കുന്ന രീതിയിൽ. ഖാലിദീന ഫിഹ, അതിലവർ എന്നെന്നും കഴിയുന്നവരാണ്. ഖാലിദീന ഫിഹ, അതിലവർ നിത്യവാസികളാണ്, എന്നെന്നും കഴിയുന്നവരാണ്. ലാ യബഗൂന, അവർ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല, അൻഹ, അതിൽ നിന്ന് ഹൈവല, വിട്ടു നിൽക്കാൻ. ആ സ്വർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരിക്കൽ പോലും അവരാഗ്രഹിക്കുകയും ചെയ്യില്ല. നേരത്തെ ഈ സൂറത്തിൽ തന്നെ ഇതിന് തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുവിന് പകരക്കാരായി ഔലിയാക്കളായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന സംഗതി പറഞ്ഞെടുത്തത്. അവർക്ക് കൊടുക്കുന്നത് ഇന്ന ആയത്തതിന ജഹന്നമലിൽ കാഫിരിൻ നുസുല, കാഫിറുകൾക്ക് സ്വീകരണം എന്ന നിലയിൽ, സൽക്കാരം എന്ന നിലയിൽ അവർക്ക് കൊടുക്കാൻ പോകുന്നത് ജഹന്നം എന്ന നരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടിയാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഉലായിക്കല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം വലിഖാഇഹി, അള്ളാഹുവിനെ കളവാക്കുന്ന, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന, അവനെ കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ പോലും ഒരു നിലക്കും അഭിപ്രായമില്ലാത്ത ആളുകൾ, ഫഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളൊന്നും പരലോകത്ത് തൂക്കി നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത വിധത്തിൽ ഫലശൂന്യമായ, നിഷ്ഫലമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇവിടുന്ന് കുറേയൊക്കെ നല്ലത് ചെയ്തിരുന്നൊക്കെ അവർക്ക് തോന്നും. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ അതിനൊരു ഫലം, ഒരു ഇതും ഉണ്ടാവില്ല. വലാ നുഖയ്യിമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അതിന് ഒരു തൂക്കവും അവിടെ അള്ളാഹു നിലനിർത്തി കൊടുക്കൂല. ചില ആൾക്കാരെങ്കിലും പറയലുണ്ട്, വിശ്വാസമില്ലെങ്കിലും കുറേയൊക്കെ പ്രവർത്തനം നടത്തുന്നില്ലേ, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ഒരുപാട് ആളുകളെ സൽക്കരിക്കുന്നില്ലേ, പല ആളുകൾക്കും മരുന്നുമായി കൊടുക്കുന്നില്ലേ, പല ആൾക്കാർക്കും വീടുണ്ടായി കൊടുക്കുന്നില്ലേ എന്നൊക്കെ പറയും. പക്ഷെ അന്ത്യനാളിൽ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നത് പോലും നിഷേധിച്ച ആളുകൾ, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഫലശൂന്യമാകും. അതോടൊപ്പം തന്നെ ഒന്നിനും ഒരു ഭാരവും ഒരു കനവും അവിടെ എത്തുമ്പോൾ ഉണ്ടാവില്ല. തൂക്കി നോക്കുമ്പോൾ വെയിറ്റ് തീരെ ഉണ്ടാവാത്ത അവസ്ഥ അതായിരിക്കും ഉണ്ടാവുക. ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു, എന്നാൽ അവർക്ക് ജഹന്നമാണ്, നരകമാണ് അവർക്ക് പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുന്നത്. അതിന് കാരണം ബിമാ കഫറു, അവർ നിഷേധിച്ചു എന്നതുകൊണ്ടാണ്. മാത്രമല്ല വത്തഹദു ആയാത്തി വ റുസുലി ഹുസുവ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ പരിഹസിച്ചു, നമ്മുടെ ദൂതന്മാരെയും പരിഹസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ 23 വർഷക്കാലം സത്യദീനുമായിട്ട് ജനങ്ങളുടെ അടുക്കൽ രാവും പകലുമായിട്ട് നടന്നപ്പോൾ, അള്ളാഹിൻ്റെ ദീനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ അവർ ഒരു വിലയും വെച്ചില്ല എന്ന് മാത്രം, അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും വെച്ചില്ല, ഖുർആനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും വെച്ചില്ല എന്ന് മാത്രമല്ല, റസൂലിനെ അവർ പരിഹസിച്ച് ഒന്നിനും കൊള്ളാത്തയാളാക്കി മാറ്റി. ഷായർ, കവിയാണെന്ന് പറഞ്ഞു, മാരണക്കാരനാണെന്ന് പറഞ്ഞു, എന്തോ ബാധയേറ്റ ആളെന്ന് പറഞ്ഞു. പല നിലക്കും അദ്ദേഹത്തെ അവർ വില കുറച്ച് കാണിക്കാൻ, ജനമധ്യത്തിൽ വില കുറച്ച് കാണിക്കാൻ ശ്രമിച്ചു. അല്ലമീൻ, വിശ്വസ്തൻ എന്ന് അന്ന് വരെ വിളിച്ച നാവുകൊണ്ട് അവരദ്ദേഹത്തെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞു വരുത്തി. അപ്പോൾ റസൂലിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ
റസൂൽ കൊണ്ടുവന്നതിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അള്ളാഹു തീർച്ചയായും അവർക്ക് ഈ തരത്തിലുള്ള അവരെന്തൊക്കെ നന്മ ചെയ്തെന്ന് കൂട്ടിയാൽ പോലും ആ നന്മക്ക് പോലും ഒരു ഭാരവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു ആക്കി മാറ്റും. അവരുടെ കർമ്മങ്ങളൊന്നും ഫലം കിട്ടാത്ത രൂപത്തിൽ അള്ളാഹു മാറ്റും. അതേസമയം സത്യവിശ്വാസികൾ അവർക്ക് അള്ളാഹു സൽക്കാരം എന്ന കോലത്തിൽ വെച്ചിട്ടുള്ളത് ജന്നാത്തിൽ ഫിർദൗസാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. സത്യവിശ്വാസികൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും, ഇത് രണ്ടും വേറെ വേറെ തന്നെയാണ്. വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ആവുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രമായില്ല വിശ്വസിക്കണം. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അടിവരട്ടെന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സത്യവിശ്വാസികളായ ആളുകളുടെ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സൽക്കാരം എന്ന നിലയിൽ കൊടുക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസാണ്. എന്താണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്? ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പ്രവാചകൻ്റെതായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർഗത്തിൽ 100 പദവികളുണ്ട്. എല്ലാം തന്നെ 2 പദവികൾക്ക് ഇടയിലുള്ളതാണ്. 100 വർഷത്തെ വഴിദൂരം അതിലുണ്ട്. അതിലേറ്റവും ഉയർന്ന പ്രതിഫലം പദവി എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലുള്ള പദവി എന്ന് പറയുന്നത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നതാണ്. അതിൽ നിന്നാണ് 4 നദികളും ഉത്ഭവിക്കുന്നത്. ഈ നദികൾക്ക് മീതെയാണ് ഫിർദൗസ് ഉള്ളത്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നു എങ്കിൽ ഉന്നതമായ ഫിർദൗസ് തന്നെ ചോദിക്കണം. കാരണം അതിന് മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശുള്ളത്, അതിൽ നിന്നാണ് നദികൾ പ്രവഹിക്കുന്നത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മെച്ചപ്പെട്ട, അതിനേക്കാൾ മേലെ ഒന്നില്ല എന്നാണ്. മനുഷ്യർ ഇഹലോകത്ത് ഏത് അനുഗ്രഹം കിട്ടിയാലും അതിനപ്പുറം എന്തെങ്കിലും കിട്ടുമോ എന്ന് ആഗ്രഹിക്കും. എന്നാൽ പരലോകത്ത് അള്ളാഹു പാരിതോഷികമായിട്ട് സ്വർഗം നൽകിക്കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നും തന്നെ അവർ ആഗ്രഹിക്കില്ല എന്നാണ്. കാരണം അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും മുകളിലുള്ള കാര്യമാണ് സ്വർഗം. അതാണ് അവർക്ക് അള്ളാഹു നൽകുന്നത്. അതിന് മുകളിൽ പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അത്രയും വലുതാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. ആ ഫിർദൗസാണ് ഇവർക്ക് കാണിക്കയായി വെക്കുന്നത് എന്നർത്ഥം. ഖാലിദീന ഫീഹ, അതിലവർ നിത്യവാസികളായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല, അത് ഒന്ന് മാറിക്കിട്ടാൻ, അതിൽ നിന്നൊന്ന് വിട്ടുമാറാൻ ഒരു സമയവും അവരാരും തന്നെ തയ്യാറാവുകയില്ല, ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസികളുടെ ഒരു തേട്ടമാണ് യഥാർത്ഥത്തിൽ ഫിർദൗസ് എന്ന് പറയുന്നത്. റബ്ബിനോട് നമ്മൾ ഇരക്കണം, നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുവാൻ വേണ്ടിയിട്ട്. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കും നമുക്കും നമ്മളുടെ സന്താന പരമ്പരയിൽ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.